പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പേര് അൽഫോൺസ് ജോസഫ്. മ്യൂസിക് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു, ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമ വെള്ളിത്തിര എന്ന് പറഞ്ഞ് ഭദ്രൻ സാറ് ഡയറക്റ്റ് ചെയ്ത വെള്ളിത്തിര എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. പിന്നെ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ഞാൻ വരുന്നത് AR റഹ്മാൻ മ്യൂസിക് ചെയ്ത വിനയ് താണ്ടി വരുവായ എന്ന് പറഞ്ഞ തമിഴ് ചിത്രത്തിലൂടെയാണ്. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ, നിൻ ദിവ്യ കാരുണ്യം പുൽകുമാ വേളയിൽ സർവം മറന്നു ഞാൻ നിൽപ്പൂ. ദേവാ സർവം മറന്നു ഞാൻ നിൽപ്പൂ. അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈ ഒരു ട്രിപ്പിൽ ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ എനിക്ക് പോകണം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാര്യം എനിക്ക് പരിചയമില്ലാത്ത ഗ്രൂപ്പാണ്, പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. ഈ ഒരു കാര്യം ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലോസ് ഏഞ്ചലസിൽ വന്ന് ഇറങ്ങി ഹോട്ടലിൽ പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇവിടെ തൊട്ടടുത്ത് കാത്തലിക് ചർച്ച് എവിടെയുള്ളതെന്ന് ഞാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞു, ദർ ഇസ് എ ചർച്ച് നിയർ ബൈ, യു ക്യാൻ ടേക്ക് എ ടാക്സി, ഒരു മേ ബി $10 സംതിങ് ലെതർ യു ക്യാൻ പേ, അവിടെ പോകാം, അതുപോലെ തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഞങ്ങളൊരു 10-15 ദിവസത്തോളം ഉണ്ടായിരുന്നു, LA ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ $1 കൊടുത്ത് ടാക്സി എടുത്തിട്ട് പോയി കുർബാന കണ്ട് തിരിച്ചു വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇമ്മാനുവേലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ മാതാപിതാക്കളുടെ ഉപദേശം കേട്ടല്ല വളരുന്നത്, ശരിക്കും അവരുടെ ജീവിത മാതൃക കണ്ടാണ് വളരുന്നത്. ഇങ്ങനെ പറയാറുണ്ട്, വാല്യൂസ് ആർ നോട്ട് ടോട്ട് ബട്ട് കോട്ട്. ദിവികാരണത്തെ ഒത്തിരി സ്നേഹിക്കുകയും എന്നും ദിവികാരനെയൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്ന അൽഫോൺസ് ചേട്ടൻ തൻ്റെ മക്കൾക്കും അതൊരു ഇൻസ്പിറേഷനായി മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എത്ര ക്ഷീണമാണെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം പരിശ്രമിക്കും, ഞാൻ അലാമൊക്കെ വെച്ച് എഴുന്നേൽക്കാനും. അപ്പോൾ അത് ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾക്കും അതൊരു ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം എൻ്റെ മോള് അവൾ കുറച്ച് രാവിലെ എണീക്കാൻ ഇച്ചിരി മടിയുള്ള ഒരാളാണ്, വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കാനൊക്കെ ഉള്ളൊരു ആ രീതിയിലുള്ളൊരു ആളാണ്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് അവൾ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, എന്നെ അച്ഛാന്ന് തുടങ്ങി, അച്ഛാ എനിക്ക് രാവിലെ പള്ളിയിൽ വരണം. അപ്പോൾ ഞാനൊരു ദിവസം അതിശയിച്ച് പോയി, കാര്യം ഇവൾ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എനിക്ക് രാവിലെ കുർബാനയ്ക്ക് വരണം. അങ്ങനെ അലാറൊക്കെ വെച്ച് ഞാൻ വിളിച്ചപ്പോൾ ആൾ എഴുന്നേറ്റു, കുർബാനയ്ക്കൊക്കെ പോയി. അപ്പം അവളിപ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ്, എണീക്കാനും പള്ളിയിൽ പോകാനൊക്കെ ഒരു താല്പര്യം കാണിക്കാൻ തുടങ്ങി, മോനാണെങ്കിലും. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇച്ചിരി ഒരു എന്താ പറയുക, നമുക്ക് ക്ഷീണമുണ്ട്, എല്ലാം കാര്യങ്ങൾ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒത്തിരി ലേറ്റായിട്ടൊക്കെ എടുക്കുന്നത്, ചില വർക്കുകൾ ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏർലി ആയിട്ട് എഴുന്നേറ്റ് നമ്മൾ ആ കുർബാനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ ഈശോ ക്രമീകരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. വിശുദ്ധ ഫിലിപ്പിനേരിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. യുവത്വത്തിൽ വിശുദ്ധ കുർബാന സ്വീകരണമല്ലാതെ മറ്റൊന്നിനും ഒരുവൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിക്കാൻ കഴിയുകയില്ല. ജീവിത വിശുദ്ധി ദിവികാരണ്യമല്ലാതെ സാധ്യമല്ല. തൻ്റെ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ ദൈവം അത് എങ്ങനെയാണ് അൽഫോൻസ് ചേട്ടന് സാധിച്ചു കൊടുത്തതെന്ന് നോക്കാം. ഞങ്ങളുടെ കുഞ്ഞ്
കുഞ്ഞിന് അധികം സമയം ഞങ്ങൾക്ക് കൂടെ ഇരിക്കാൻ പറ്റാത്തൊരു സമയം വന്നപ്പം എനിക്കിങ്ങനെ സ്ട്രോങ് ആയിട്ട് തോന്നി മനസ്സിൽ ആരെങ്കിലും ഒരാൾ ഇതർ ഞാൻ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊച്ചിൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരുന്നൊരു സമയമാണ്. അപ്പോൾ എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളോട് കുറച്ച് ജോലിയിൽ നിന്നൊന്ന് വിട്ടു നിൽക്കണമെന്ന് പറയണമെന്ന് എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഇങ്ങനെ ഇതുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ആ ഒരു വിഷമം എനിക്കും ഫീൽ ചെയ്തു. കാര്യം അവൾ ഇൻട്രസ്റ്റ് ഉള്ളൊരു ജോലി ഒരു ഇതാണ്, മേഖലയാണ്. പിന്നെ അങ്ങനെ ഒരു ഒരു ലെവലിലേക്ക് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ നേരിട്ട് അങ്ങനെ അധികം പുഷ് ചെയ്തില്ല. പക്ഷേ ഞാൻ കുർബാനയ്ക്ക് ഞാൻ പോയെന്ന് ഞാൻ ഡെയിലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ഈശോയ്ക്ക് അറിയാമല്ലോ, നമ്മുടെ സിറ്റുവേഷൻസ് അറിയാം, എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു, അത് ഈശോ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഈശോ തന്നെ അവളോട് സംസാരിക്കാൻ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എൽഡറിങ്ങിന് പോയപ്പം ഞാനിതൊന്നും ഞാൻ എൽഡറോട് പറഞ്ഞില്ല. പക്ഷേ അന്ന് എൽഡർ പറഞ്ഞു, നിങ്ങൾ കുട്ടികളുടെ കൂടെ ആരെങ്കിലും ഒരാൾ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ. ഞാൻ ഒരു അഡ്വൈസ് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒന്ന് കുറച്ചാളൊരു ബ്രേക്ക് എടുക്കുക ജോലിയിൽ. അപ്പം അന്നേരം അത് എൽഡറുടെ അടുത്ത് നിന്ന് അത് അങ്ങനെ ഒരു സംഭവം സജഷൻ വന്നു കഴിഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ട് അത് ആൾക്കത് എടുക്കാനായിട്ട് പറ്റി. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈശോയോട് തന്നെ പറയുക. ഈശോ അത് ആ വേണ്ടുന്നതായിട്ടുള്ള കറക്റ്റ് ബോധ്യം വേണ്ടുന്ന വ്യക്തികളിലൂടെ അത് സംസാരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് ഏറ്റവും പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് കുർബാനയുടെ സമയം തന്നെയാണ്. ആ സമയത്ത് നമുക്ക് ഈശോയോട് പറയാം എല്ലാ കാര്യങ്ങളും. അന്ത്യ അത്താഴവേളയിൽ ഈശോ തൻ്റെ കരങ്ങളിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു. മുറിയപ്പെടുക എന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. എങ്കിൽ മുറിയപ്പെട്ട് കഴിയുമ്പോഴാണ് വിശുദ്ധ കുർബാന നമ്മിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. എനിക്ക് തന്നെ സ്പർശിച്ച ഒരു കുർബാനയെക്കുറിച്ചുള്ളൊരു ഷെയറിങ് ഞാൻ ഒരിടത്തു നിന്ന് കേട്ടത് അതിനെ എൻ്റെ ലൈഫിൽ ഒത്തിരി എൻ്റെ ചിന്താഗതിയെ മാറ്റിയിട്ടുള്ളൊരു അനുഭവമാണ്. അത് ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ശരിക്കും യേശു ശിഷ്യന്മാരുടെ കൂടെ അവസാന അത്താഴവേദിയിൽ അപ്പം മുറിച്ച് കൊടുക്കുന്നൊരു അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പോലെ നമ്മൾ വിശുദ്ധ കുർബാന എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി അവിടെ അവസാനത്തെ അത്താഴവേളയിലല്ല ശരിക്കും കുർബാനയുടെ പൂർത്തീകരണം സംഭവിക്കുന്ന ആ കുരിശിൽ ആ ബലി കഴിഞ്ഞാണ്. മുഴുവൻ രക്തവും എല്ലാം അവസാനിച്ച് ജീവൻ വെടിയുന്നൊരു സമയത്താണല്ലോ ശരിക്കും ആ കുർബാനയുടെ പൂർത്തീകരണമാവുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുർബാന കാണുന്ന സമയത്ത് കുർബാന സ്വീകരിച്ചു, പള്ളിയിൽ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. ആ സ്വീകരിച്ച കുർബാന പൂർത്തീകരണമാവുന്നത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ച് ഓഫീസിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ ജീവിത സാഹചര്യം അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ മുറിയപ്പെടണം എന്നുള്ളതാണ്. ആ മുറിയപ്പെടുന്ന സമയത്ത് മുറിയപ്പെടുന്നൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയേക്കണം നമ്മൾ ശരിക്കും ഇപ്പോഴാണ് കുർബാന പൂർത്തിയായതെന്നുള്ളത്. നമുക്ക് ഇച്ചിരി ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം. നമുക്ക് അതായത് ആ കുർബാന അപ്പം കയ്യിലെടുത്തു ആശീർവദിച്ചു എന്ന് പറയുന്ന വരയ്ക്കും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് അത് മുറിക്കുക എന്ന് പറയുന്നത് അത് തന്നെ കുരിശിലും മുറിയപ്പെടുന്ന അനുഭവം വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചില സമയങ്ങളിലൊക്കെ നമുക്ക് പരിപൂർണമായിട്ട് നമ്മൾ അങ്ങനെ എന്താ പറയുക, ഒരു പൂർണ്ണമായിട്ട് നമുക്ക് അതിലേക്ക് വരാൻ പറ്റിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ചില സമയങ്ങളിലെങ്കിലും ഈ ഒരു ബോധ്യം ഇടയിൽ കയറി വരും. അപ്പം അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ചില സിറ്റുവേഷനുകളിൽ മനസ്സിലാക്കാനായിട്ട്. ഇത് ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ളൊരു അവസരമാണെന്നുള്ള രീതിയിൽ. My Jesus,
You're so merciful. യേശുവേ, കരുണാമയനേ, 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 അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറും നീ ആഴിയിൽ എൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ. കരുണാമയനേ, കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറും നീ ആഴിയിൽ എൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്ദയെന്നും ജീവനാണേ, നിൻ കൃപയെന്നും ആശ്രയമേ. നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ. കരുണാമയനേ, യേശുവേ, കരുണാമയനേ, ഓ യേശുവേ. കരുണാമയനേ, കരുണാമയനേ. പാതയം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ല, അതിൻ്റെ ശരിക്കുള്ളൊരു മീനിങ് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് ഞാൻ ഒരു 4 മാസത്തോളം സുഖമില്ലാതെ കിടന്നായിരുന്നു. ഒരു ബെഡ് റിഡനായിട്ട്, സ്പോണ്ടിലൈറ്റിസ് ഭയങ്കരമായിട്ട് അഗ്രവേറ്റ് ചെയ്ത് ശരീരം മുഴുവൻ വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ കിടന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ഭയങ്കര ഡ്രൈ പീരീഡ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും നത്തിങ് ഈസ് ഹാപ്പനിങ്, അങ്ങനത്തെ ഒരു ഇതിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു വല്ലാത്ത. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡിവൈനിൽ ധ്യാനിക്കാനായിട്ട് പോയി, കിടന്ന് ധ്യാനിക്കാനായിട്ട് പോയി. ആ ധ്യാനം ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് വന്ന് ഞാൻ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോയി. ആ സമയങ്ങളിൽ കുറേ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് എനിക്ക് ഇടവന്നു. അന്നേരം പുസ്തകങ്ങളും വചനവും കണ്ടിന്യൂസ്ലി, അപ്പോൾ ഞാൻ അതുവരെയും കാണാത്തൊരു വചനം എനിക്ക് ആ സമയത്ത് എനിക്ക് കിട്ടി. അതിപ്പോഴും ഞാൻ ആ വചനം ഒരിക്കലും ഞാൻ മറക്കില്ല. അത് അത്രയ്ക്ക് അത് എൻ്റെ ഉള്ളിലോട്ട് കയറി. അത് ഇതായിരുന്നു, 1 കൊറിന്തോസ് 15:19 1 Corinthians chapter 15 verse 19 പറയുന്നത്. അത് ഡയറക്റ്റ്ലി ഈശോ എന്നോട് പറയണ പോലെ എനിക്ക് തോന്നി. അതായത് നീ ക്രിസ്ത്യാനി ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നിൻ്റെ യുവർ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നിന്നെ പോലൊരു നിർഭാഗ്യവാൻ വേറെ ഈ ലോകത്തിലില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക, ഞാൻ എന്ത് നേടി എന്നുള്ളതോ അല്ലെങ്കിൽ എൻ്റെ വേൾഡ്ലി ആയിട്ടുള്ള എൻ്റെ പൊസിഷനോ കാര്യങ്ങളോ ഇതിലൊന്നും യാതൊരു കാര്യമില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മീനിങ്, ഒരു അർത്ഥം എന്ന് പറയുന്നത് നീ
നിത്യതയിൽ നീ ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ട് നിനക്ക് പറ്റുമോ എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള എന്ത് പ്രിപ്പറേഷനാണ് നീ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഏത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിലകത്തോട്ടേക്ക് എത്തുന്നില്ലെങ്കിൽ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുർബാന എന്നുള്ളത് മനസ്സിലായി. കാരണം എനിക്ക് നിത്യതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു നിധി ദൈവം തന്നിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ശരിക്കും ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എനിക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്നൊരു സമയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ റെഗുലറായിട്ട് അവിടെ ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. റെഗുലറായിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. മേ ബി എൻ്റെ ഒരു ഹീലിംഗ്, ഫിസിക്കൽ ഹീലിംഗ് കംപ്ലീറ്റ് ആവുന്നത് ആ ഒരു ഡെയിലി മാസിന് പോക്ക് തുടങ്ങിയതിന് ശേഷമാണ്. ഞാൻ കിടന്നിരുന്ന ഹോസ്പിറ്റലിൽ മറ്റ് രോഗികളും ഞാനിങ്ങനെ രാവിലെ പോകുന്നത് അറിയാം, അവിടുത്തെ ഡോക്ടേഴ്സിനറിയാം, നേഴ്സസിനറിയാം. അപ്പം അതൊക്കെ അവർക്കും അതിന് ഒരു പോയിൻ്റായിരുന്നു. അവർ പല സമയത്തും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പല കാര്യങ്ങളും ചോദിക്കും, വിശ്വാസത്തെ പറ്റിയും ഒക്കെ. അപ്പോൾ എൻ്റെ സമയത്ത് എൻ്റെ ലാപ്ടോപ്പിനകത്ത് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, ഈ ഫെയ്ത്ത് ഷെയറിങ്ങിൻ്റെ പല ആൾക്കാരുടെ ടെസ്റ്റിമണി ഷെയറിങ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ലാപ്ടോപ്പിൽ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് ഭയങ്കര ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ഞാനൊരു കുഞ്ഞുമോൻ ചേട്ടനുണ്ടല്ലോ, അരയ്ക്കുന്ന കീഴോട്ട് തളർന്നു പോയി, അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണിയൊക്കെ ഞാനങ്ങ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ അവരുടെ റൂമിലൊക്കെ പോയി ഞാൻ ചുമ്മാ ലാപ്ടോപ്പൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇതൊന്ന് കേട്ടു നോക്കും, ഇത് ഭയങ്കര ഇതാന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാ നിരാശയും എല്ലാം അങ്ങ് ഇതായി. അപ്പോൾ അതൊക്കെ ശരിക്കും ഇതെല്ലാം തമ്മിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഭയങ്കര, അപ്പോൾ എൻ്റെ ഈ ബോധ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു അതെല്ലാം. ഈ വചനത്തിലൂടെയൊക്കെ എനിക്ക് കൃത്യമായിട്ടത് കാണാനായിട്ട് സാധിച്ചു. വിശുദ്ധ പാദ്രോ പിയോ പറയുന്നുണ്ട്, ഞാൻ ദിവ്യകാരുണ്യ ഈശോയുമായി സംയോജിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ ദിവസവും രാവിലെ ഉന്നതമായ ഒരു ശക്തി എൻ്റെ ഹൃദയത്തെ ദിവ്യകാരുണ്യത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഈശോയെ സ്വീകരിക്കാനുള്ള അതിയായ വിശപ്പും ദാഹവും നിമിത്തം മരിച്ചു പോകാത്തത് അത്ഭുതമായി തോന്നുന്നു. ഞാൻ ദിവ്യകാരുണ്യത്തിൽ അവിടുത്തെ സ്വീകരിച്ച ശേഷവും എൻ്റെ വിശപ്പും ദാഹവും അടങ്ങുന്നില്ല. ഈശോയുടെയും എൻ്റെയും ഹൃദയങ്ങൾ രണ്ടായിട്ടല്ല, ഒന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം സമുദ്രത്തിലെ ഒരു തുള്ളി ജലം പോലെ മറഞ്ഞുപോയി. മനസ്സിലുണ്ടായിരുന്നൊരു ഇതായിരുന്നു, പലരും പറയാറുണ്ടല്ലോ, ഇപ്പോൾ ശരിക്കും ഇത് കർത്താവിൻ്റെ ശരീരം തന്നെയാണോ ദൈവം ഉദ്ദേശിച്ചത്? അത് ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യം ആവാമല്ലോ, അങ്ങനെ ഒരു ഇത്. അപ്പം ഞാൻ പക്ഷെ ശരിക്കും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ഇതെൻ്റെ യഥാർത്ഥ ശരീരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പലരും വിട്ട് പോയിന്ന് പറഞ്ഞ് അതങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാണ്ട്. ഇപ്പോൾ വെറും ഒരു അപ്പത്തിനെ പറ്റിയാൽ പറയണമെന്നുണ്ടെങ്കിൽ ആർക്കും ഇതിനകത്ത് കൺഫ്യൂഷൻ തോന്നേണ്ട കാര്യമില്ലല്ലോ. ഈശോ വീണ്ടും വീണ്ടും തറപ്പിച്ച് പറയാം, ഇത് യഥാർത്ഥ ഭക്ഷണവും ഇത് എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്ന്, അത് ഭക്ഷിക്കേണ്ടത് തന്നെയാണെന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് ഈശോ പറയുന്നതൊക്കെ വചനത്തിൽ നിന്ന് തന്നെ കാണാൻ സാധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ബോധ്യങ്ങൾ ഉറപ്പിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നെ നമുക്ക് കത്തോലിക്ക സഭയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക, മറ്റ് ക്രിസ്ത്യാനികൾക്ക് അതർ ഡിനോമിനേഷൻസിനൊന്നും ഇല്ലാത്ത, എനിക്കൊന്ന് ഇപ്പോൾ പലരും തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ തുടങ്ങി. വിശുദ്ധ കുർബാനയുടെയും കുംഭസാരത്തിൻ്റെയും ഒക്കെ മൂല്യം പലർക്കും അറിഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്താലേ ഉള്ളൂ ആ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇങ്ങനെ പറയുന്നു, 3 തരം ആളുകളാണ് കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടത്: പരിപൂർണരും, ശക്തരും, ബലഹീനരും. പരിപൂർണർ അതിന് സന്നദ്ധരായിരിക്കുന്നതിനാലും ശക്തർ തങ്ങളുടെ ശക്തി ക്ഷയിക്കാതിരിക്കാനും ബലഹീനർ ശക്തി പ്രാപിക്കാനും. ദിവ്യകാരുണ്യത്തെ ഒത്തിരി സ്നേഹിച്ച അൽഫോൻസേട്ടൻ തൻ്റെ ജീവിതത്തിലെ കുറച്ച് ബോധ്യങ്ങൾ, വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കുറച്ച് ബോധ്യങ്ങൾ നമ്മളുമായിട്ട് ഈ സമയം പങ്കുവയ്ക്കും. വിശുദ്ധ കുർബാനയെ പറ്റിയുള്ളൊരു എൻ്റെ മനസ്സിലൊരു ആഴമേറിയൊരു ബോധ്യം എന്ന് പറയാവുന്നൊരു കാര്യം,
ഞാൻ വായിച്ചൊരു വചനഭാഗം എന്നെ അത് വളരെയധികം സ്പർശിച്ചു. യെശയ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു വലിയൊരു ദർശനം കാണുന്നുണ്ടല്ലോ. അതിൽ സെറാഫിൻ മാലാഖമാരെല്ലാം വന്ന് ആ ഒരു സ്വർഗീയ ദർശനം കണ്ടു കഴിയുമ്പോഴത്തേക്കും യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, ഞാൻ എത്ര ദുഷിച്ച അധരങ്ങൾ കൂടി ഉള്ളവനാണ് എന്ന് പറഞ്ഞ് സ്വന്തം ആ ഒരു ഒന്നുമില്ലായ്മ വ്യക്തമായിട്ട് ദർശിച്ചു. ആ സമയത്ത് മാലാഖ വന്നിട്ട് ആ ഓൾട്ടറിൽ നിന്ന് ഒരു അവിടുത്തെ ബലി അർപ്പിച്ച ഇതിൽ നിന്നുള്ള ഒരു തീക്കനലെടുത്തു എന്ന് പറഞ്ഞു. ആ തീക്കനലെടുത്ത് കൊണ്ടുവന്ന് പ്രവാചകൻ്റെ അധരത്തിൽ സ്പർശിക്കുക. ആ സ്പർശിച്ച വേളയിൽ എല്ലാ ദുഷ്ടതകളും, എല്ലാ ക്ലീൻ അല്ലാത്തതെല്ലാം അങ്ങ് എടുത്തു മാറ്റപ്പെട്ടു, ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഴയ നിയമത്തിൽ നിന്ന് മാറി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈശോയുടെ ബലി, ആ അത്രയും വ്യക്തതയോട് കൂടിയ ഈശോയുടെ ബലി നടക്കുന്നിടത്തുനിന്ന് ഈശോ തന്നെ ഒരു തീക്കനലായിട്ട് നമ്മളുടെ അടുത്ത് വന്ന് നമ്മുടെ ചുണ്ടിൽ മാത്രമല്ല നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരിക. അപ്പോൾ എത്രമാത്രം നമ്മളെ അത് ശുദ്ധീകരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു എന്നാ പറയുന്ന ഒരു പാപമോചനത്തിൻ്റെ ഒരു വലിയൊരു ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു ഹീലിംഗ് മാത്രമല്ല, നമ്മളുടെ ഒരു ടോട്ടലി ഒരു നമ്മളുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മളുടെ പാപം ഇതുകളിൽ നിന്നും പരിപൂർണമായിട്ടുള്ളൊരു മോചനം ശരിക്കും നമുക്ക് കിട്ടുക ചെയ്യുന്നതെന്നുള്ളൊരു വലിയൊരു ബോധ്യം എനിക്കിത് ഈ ഒരു വചനഭാഗം കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വെറുമൊരു അപ്പമല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ റീസെൻ്റായിട്ട് പല സമയങ്ങളിലും നമുക്കറിയാം ഈ സേറ്റൻ വർഷിപ്പേഴ്സും ഇവരെല്ലാവരും ഈ തിരുവോസ്തി കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരെ പറ്റി ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഓസ്തി നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ തെറി പറഞ്ഞ് ഓടിക്കുന്ന പറയുന്നത്. എന്നുവെച്ചാൽ നമുക്ക് വിശ്വാസികളായ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതിൻ്റെ വാല്യൂ. പക്ഷേ സാത്താന് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് ഈശോ എവിടെ വസിക്കുന്നു, ഈശോയുടെ പ്രസൻസ് തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്പത്തിൻ്റെ തിരുവോസ്തിക്കകത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേറെ ഒന്നും നമ്മൾ ബുദ്ധിപരമായിട്ടൊന്നും ചികഞ്ഞെടുക്കേണ്ട ഒരു കാര്യമല്ല. ഇതൊരു ആത്മീയ രഹസ്യം തന്നെയാണ്. ഒരു ജ്ഞാനം പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനും അതിലേക്ക് ആഴത്തിലിറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈശോയുടെ ആത്മാവ് നമുക്കെല്ലാവർക്കും ആ ഒരു ബോധ്യം തരട്ടെ. വിശുദ്ധ കുർബാനയ്ക്ക് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാനായിട്ട്, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കേന്ദ്രബിന്ദുവായിട്ട് വിശുദ്ധ കുർബാന ആയിത്തീരുവാനായിട്ട് ദൈവം നമുക്കെല്ലാവർക്കും ഒരു കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർട്ട് ഇങ്ങനെ പറയുന്നു: ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി ജീവിക്കുക, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യം സ്വീകരിക്കുക. നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയാണ്. ഇതിന് നമ്മെ പ്രധാനമായി സഹായിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. ഇന്നത്തെ ഈ സെക്യുലർ വേൾഡിൽ അൽഫോൻസേട്ടനെ പോലുള്ള ഒരാൾ വിശുദ്ധമായി ജീവിതം നയിക്കാനുള്ള ഒരു പ്രധാന കാരണം വിശുദ്ധ കുർബാന തന്നെയാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്ന ഒരാളാണ് അൽഫോൻസേട്ടൻ. ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്നത്തെ ഈ ഒരു ദിവസം ഈശോയെ കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അൽഫോൻസേട്ടൻ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ സഹായിച്ചു. ഈശോയെ, അങ്ങയുടെ ഈ കൃപയിലൂടെ കൂടുതൽ ഭക്തിയോടെ വളരുവാനും സഹായിക്കണമേ. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കി വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.